ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ടു റയാനിസം 2.0. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാണ്? പുതിയ ഫിലിമായിട്ടുള്ള ബ്രഹ്മയുഗത്തിന്റെ റിവ്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ബ്രഹ്മയുഗം 2024 ഫെബ്രുവരി 15 റിലീസായ രാഹുൽ സദാശിവൻ്റെ ഹൊറർ ജോണറിലുള്ള പടങ്ങളിലൊന്നാണ്. ഹൊറർ കണ്ടിട്ട് പേടിച്ചോ? ഹൊറർ ജോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഏജ് എന്നല്ല, ഒരു പീരിയഡ് മൂവി. ഇതുവരെയുള്ള സകലമാന മലയാളത്തിലെ ഹൊറർ ഫിലിംസിനെയും അപ്പാടെ അതിൻ്റെ സിഗ്നേച്ചേഴ്സ് മാറ്റി എഴുതുന്ന പടങ്ങളിലൊന്നാണ്. പിന്നെ പ്രമുഖം ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്ന പോലെ, എന്തുകൊണ്ടായിരിക്കും ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്നത്? അത് ആ ഫിലിമിന്റെ ഒരു സ്റ്റോറിയൊക്കെ വരുമ്പോൾ ഏജ് ഓഫ് മാഡ്നസ് പോലെ തോന്നുന്നു നമുക്ക്. ഇതൊരു ഫുൾ ഓൺ സ്പോയിലർ എപ്പിസോഡായിരിക്കും. അതുകൊണ്ട് തന്നെ പടം കാണാത്ത ആൾക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പടം കണ്ടതിന് ശേഷം മാത്രം ബാക്കി കാണുക. എൻ്റെ അഭിപ്രായത്തിൽ ഏജ് ഓഫ് മാഡ്നസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറയട്ടെ. നമ്മൾ പൊതുവെ ഒരു പടം കാണുമ്പോഴത്തേക്ക് നമുക്കൊരു പടം, ഒരു മൂവി കാണുമ്പോൾ അതിനകത്ത് എന്തൊക്കെയായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്? മെയിൻ ആക്ടർ, സ്റ്റോറി, ഓക്കെ, മ്യൂസിക്, പിന്നെന്താ ഫൈറ്റ്, കാണാനുള്ള ഭംഗി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പിന്നെ ഭയങ്കരമായിട്ട് ഈ പറയുന്ന പോലെ ഒരു സിനിമയാകുമ്പോഴത്തേക്ക് ചുറ്റും ആളും ബഹളവും വേണം അല്ലേ? ഈ പറയുന്ന പോലെ ഭയങ്കര കാണാൻ സീനിക് ബ്യൂട്ടി ഉള്ള സ്ഥലങ്ങളായിരിക്കണം, ഭയങ്കര കളർഫുള്ളായിരിക്കണം. അപ്പം നമുക്ക് ബേസിക്കലി നമ്മൾ മലയാളം മൂവി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ബേസിക് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ എല്ലാ ഫ്രെയിമിലും ആവശ്യത്തിലധികം ആളുകൾ വേണം. അതുകൊണ്ടാണ് നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവയ്ക്കുന്നത്. അതുപോലെ കളർഫുള്ളായിരിക്കണം. ഏറ്റവും ഇമ്പമായിട്ട് കാണിക്കാൻ പറ്റുമോ അത്രത്തോളം മനുഷ്യനെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ്. അത് വേറൊരു ഘടകം. പാട്ടില്ലാത്ത മലയാളം മൂവികളിപ്പം വളരെ കുറവാണ്. എന്തിനെങ്കിലും പാട്ടുകൾ വേണം. ഈ പാട്ടുകൾ മിക്കതും അതുപോലെ ഭയങ്കര ഭംഗിയുള്ള, ഉദാഹരണം കുമ്പളങ്ങി നൈറ്റ്സ്, വളരെ ബേസിക് ലെവലിലുള്ള ആൾക്കാരുടെ കഥ പറയുന്നതാണെങ്കിൽ പോലും കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ വിഷ്വൽസ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഈ പറയുന്നത് പോലെ വില്ലൻ വേണം, സത്യവും തിന്മയും തമ്മിലുള്ള ഇത് വേണം, വില്ലനെ ഇടിച്ചിടണം. അങ്ങനെ മാസ് പടങ്ങളുണ്ട്. റിയലിസ്റ്റിക് മൂവി വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ പറയുന്ന പോലെ കഥാതന്തുക്കൾ, ഇഷ്ടംപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, സ്ക്രീൻ നിറഞ്ഞ ആൾക്കാർ നിൽക്കണം. അങ്ങനെ കുറേ ശാഠ്യങ്ങൾ നമ്മുടെ മലയാളം മൂവിക്കുണ്ട്. പക്ഷേ ശരിക്കും ഇതിനകത്ത് എനിക്ക് ഇതിനകത്തെ മാഡ്നസ് എന്ന് തോന്നിയൊരു കാര്യം, ഇതിനകത്ത് മേജറായിട്ട് 3 പേര് മൂവിക്കകത്തുള്ളൂ. അതായത് തേവൻ എന്ന് പറയുന്ന അർജുന അശോകൻ്റെ ക്യാരക്ടർ. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇപ്പോൾ കണ്ടതല്ലേ ഉള്ളൂ, മമ്മൂട്ടി, അതായത് കൊടുമൻ പോറ്റി, അർജുന അശോകൻ തേവൻ. മറ്റേ പുള്ളിയുടെ പേര് ഓർമ്മയുണ്ട്? മമ്മൂട്ടിയുടെ മോനെങ്ങാണ്ടോ. മറ്റേ പുള്ളിയുടെ പേര് ഓർമ്മയുണ്ട്? പുള്ളിയുടെ പേര് ഓർമ്മയുണ്ടോ? പുള്ളിയുടെ പേര് പറയുന്നില്ല. അതായത് ഫിലിമിലുടനീളം എൻ്റെ അത് കൊടുമൻ പോറ്റിയുടെ മകനാണെന്നാണ് പറയുന്നത്. പേര് പറയുന്നില്ല. അപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മൾ ഈ പറയുന്ന ഒരു ക്യാരക്ടറിന് ഒരു നെയിം വേണം, ഒരു പേര് വേണം. ആ പേരില്ലാത്തത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഗൗനിക്കത്ത് പോലുമില്ല. അത്രയും പേസിലാണ് ആ പടം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിനകത്ത് ശരിക്കും മാഡ്നസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണ്. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇന്നത്തെ കാലത്ത് അത്രയും കളർ ഗ്രേഡിങ്ങും ഈ പറയുന്നത് പോലെ അനാമോർഫിക് ലെൻസും എത്രത്തോളം ബ്രില്യൻ്റ്ലി പോർട്രേ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ബ്രില്യൻ്റ്ലി പോർട്രേ ചെയ്യുന്ന ഒരു കാലത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം 3 ക്യാരക്ടേഴ്സ്, അത്രയും ഒരെണ്ണത്തിന് പേരുമില്ല, അത്രയും പേരെ വെച്ചുകൊണ്ടൊരു പടം എങ്ങനെ മുന്നോട്ട് പോകുന്നു? പക്ഷേ എക്സാക്ട്ലി ഇതിനകത്ത് 3 ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നോട്ട് ചെയ്യപ്പെടാത്ത 2 ക്യാരക്ടേഴ്സും കൂടെ ഉണ്ട്. യക്ഷി, പിന്നെ മറ്റേ ആദ്യം കൊല്ലുന്ന പുള്ളി. ഇത് രണ്ടും അല്ലാതെ
ഇതിനകത്തെ മന എന്ന് പറയുന്നത് കൊടുമൻ പോറ്റിയുടെ മന ഇതിനകത്ത് ഭയങ്കര വലിയൊരു ക്യാരക്ടറാണ്. ശരിക്കും ആ ക്യാരക്ടറിനെ പൊർട്രേ ചെയ്യാൻ വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നു ആ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്തേക്കുന്നത്. കളർ ടോണിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ മനയുടെ ഭീകരത കാരണം ഈ മന കാണിക്കുമ്പോഴത്തേക്ക് അത് മൊത്തത്തിൽ നിഴലും വെളിച്ചവും മാത്രമാണ്. എക്സാക്ട്ലി. അതായത് ഈ മനയ്ക്കൊരു പേഴ്സണാലിറ്റിയാണ്. ആ പേഴ്സണാലിറ്റി ഇതിനകത്ത് പോർട്രേ ചെയ്താൽ മാത്രമേ ഈ പടത്തിന് ഫുൾ ആ ഇമ്പാക്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മന ഇതിനകത്തൊരു ക്യാരക്ടർ എനിക്ക് തോന്നിയതാണ്, ബേസിക്കലി എനിക്ക് തോന്നിയതാണ്. അതായത് ഈ മന കൊടുമൻ പോറ്റിയെ പോലെ തന്നെ അതികായനായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ മന എന്ന് പറയുന്നത്. അപ്പോൾ ഈ മന കൃത്യമായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഭീകരത കാണിക്കണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ അന്തരീക്ഷം കാണിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ക്ലൈമറ്റ്, അതിൻ്റെ ആ ഒരു ഹൊറർ കാണിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും യോജിച്ചത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. കാരണം നമ്മൾ ഈ വെട്ടവും നിഴലും മാത്രമുള്ള ഒരു സ്ഥലത്ത് നിറത്തിന് എന്താണ് കാര്യമുള്ളത്? പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് അടിപൊളി ട്വിസ്റ്റുകളാണ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പം ഈ മനയുണ്ട്. ഒരു മൂന്നാമത്തെ ക്യാരക്ടറായിട്ട് കൊടുക്കാം. നാലാമത്തെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടം തുടങ്ങി അവസാനിക്കുന്ന പോയിന്റ് വരെ ഭയം എന്നുള്ളതല്ല, ക്യൂരിയോസിറ്റി, ഒരുതരം അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, സിംബോളിക്കായിട്ട് സസ്പെൻസ് ഭയങ്കര. അതാണ് ഞാൻ പറഞ്ഞത്, ഹൊറർ ത്രില്ലർ എന്നുള്ള ഒരു സംഭവത്തിനേക്കാൾ ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ, അങ്ങനത്തെ ഒരു കാറ്റഗറൈസേഷനാണ്. ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല, ആദ്യം ഈ തേവൻ്റെ കണ്ണിൽ കൂടാണ് കംപ്ലീറ്റ് സിനിമ മുന്നോട്ട് പോകുന്നത്. തേവൻ കാണുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ തേവൻ മുഖമുയർത്തി മമ്മൂക്കായെ നോക്കുമ്പോഴത്തേക്കാണ് ഇൻട്രൊഡക്ഷൻ സീൻ വരുന്നത്. പക്ഷേ ഈ തേവൻ ലാസ്റ്റ് തിരിഞ്ഞ് പ്രേക്ഷകരെ നോക്കുന്നൊരു സീനുണ്ട് അല്ലേ? അത് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ തേവൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കണ്ണിൽ കൂടായിരുന്നു നമ്മൾ എൻ്റെ ആ ലോകം കണ്ടുകൊണ്ടിരുന്നത്. മന, മമ്മൂക്ക, അതായത് കൊടുമൻ പോറ്റി, ഈ പറയുന്ന പോലെ ദഹനക്കാരനായിട്ട് നിൽക്കുന്ന ആൾ, അതായത് സിദ്ധാർത്ഥ് ഭരതൻ. അസാധ്യ അഭിനയമാണ്, അസാധ്യ അഭിനയം. സിദ്ധാർത്ഥ് ഭരതനും അർജുന അശോകനും. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ നായകനില്ല. എനിക്ക് തോന്നുന്ന ഒരു 1.5 വർഷമായിട്ട് മമ്മൂക്ക എന്ന് പറഞ്ഞ നായകനില്ല. 2 വർഷമായിട്ട് മമ്മൂക്ക എന്ന് പറഞ്ഞ നടൻ അങ്ങ് അർമാദിക്കുവാണ്. ഭീഷ്മപർവമാണെങ്കിലും ശരി, പുഴുവാണെങ്കിലും ശരി, റോഷാക്ക് ആണെങ്കിലും ശരി, നൻപകൽ നേരത്തെ മയക്കമാണെങ്കിലും ശരി, കാതലാണെങ്കിലും ശരി, അതിനകത്തൊന്നും മമ്മൂട്ടി എന്ന് പറഞ്ഞ നായകനില്ല. മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ. ആ നടൻ ഇതിനകത്തുണ്ട്. നെഗറ്റീവ് റോളാണെന്ന് പറയാൻ പറ്റുള്ളൂ. ഹി ഹാസ് ഹിസ് ഓൺ റൈറ്റ്സ്. അതായത് അങ്ങനെ കാട്ടിക്കൂട്ടുന്നവർക്ക് അങ്ങനത്തേതായിട്ടുള്ള ന്യായം ഉണ്ടെന്നുള്ള രീതിയിലാണ്. ചിരി ഒരു രക്ഷയില്ലാത്ത പിന്നെ ഇതിനകത്ത് ഈ പടം ഉടനീളം എടുത്തു കഴിഞ്ഞാൽ പറയില്ല, ഈ തേവൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ കണ്ണിൽ കൂടെയാണ് പോകുന്നത്. പക്ഷേ തേവൻ ലാസ്റ്റ് ഇത് ആരാണ് കാണുന്നതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ ഒന്നും മിണ്ടാൽ എല്ലാ സിനിമയും നമുക്കൊന്നെ പറഞ്ഞു തരുന്നതായിരിക്കും, ഇല്ലെങ്കിൽ നമ്മളെ കാണിച്ചു തരുന്നതായിരിക്കും. പക്ഷെ ആദ്യമായിട്ട് ഈ ഡെഡ്പൂളിനകത്തൊക്കെ കാണിക്കില്ല, 4th wall ബ്രേക്ക് ചെയ്യുക എന്നൊരു സംഭവം. അതായത് തേവൻ്റെ കണ്ണിൽ കൂടെ കണ്ടുകൊണ്ടിരുന്ന കാര്യം തേവൻ മാറുകയാണ്. തേവൻ മാറുന്ന ഒരു ഇത് വരുന്നുണ്ട്. തേവൻ മാറിയിട്ട് തേവൻ കാണികളെ തിരിഞ്ഞു നോക്കുന്നൊരു ചെയ്യുന്നുണ്ട് സാധനമുണ്ട്. അതായത് അത്രയും തേവൻ നമ്മളെപ്പോലെ തന്നെ കൺഫ്യൂസ്ഡ് ആണ് അല്ലേ? നമ്മൾ ഇത് ആദ്യം തൊട്ടേ കാണുമ്പോൾ തേവൻ എന്താണോ ഇമോഷൻ തേവന് വരുന്നത് അതാണ് നമുക്ക് വരുന്നത്. പക്ഷേ ടുവേർഡ്സ് ദ എൻഡ് തേവൻ ഇമോഷൻ ഇല്ല. ശ്രദ്ധിച്ചായിരുന്നു? അതായത് പേടിച്ചാണ്. പേടി, സർപ്രൈസ്, എന്താ സംഭവിക്കുന്നത്, പേടിയും ഭയം ഒന്നാണ്. അടുത്തത് എന്താ സംഭവിക്കുന്നത്, ആരാണ് കൊടുമൻ പോറ്റി, എന്താ ഇവിടെ സംഭവിക്കുന്നത്, ഒന്നും അറിയത്തില്ല. ക്ലൂലെസ് ആണ്, നമ്മളും ക്ലൂലെസ് ആണ്. അപ്പോഴെല്ലാം തേവൻ്റെ കണ്ണിലും തേവൻ കീഴ്ജാതിയാണ്. അപ്പം കീഴ്ജാതിക്കാർ മേൽജാതിക്കാരെടുത്ത് നിൽക്കുമ്പോൾ കുറച്ച് കുമ്പിട്ടാണ് നിൽക്കുന്നത്. തേവൻ്റെ ഉടനീളം ബോഡി ലാംഗ്വേജ് അത് തന്നെയാണ്, കുനിഞ്ഞ് കുമ്പിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ ലാസ്റ്റ് പോയിന്റിൽ തേവൻ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു സീനുണ്ട്. അത്രയ്ക്ക് മൈന്യൂട്ടായിട്ട് പോലും കാര്യങ്ങൾ അതിനകത്ത് ഭയങ്കര പോർട്രേ ചെയ്യുന്നുണ്ട്. ഈ പടം എന്ന് പറയുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചായിരുന്നു, അതായത് സിംബോളിക് ആയിട്ടുള്ള കുറേ ഫ്രെയിംസ് ഉണ്ട്. മമ്മൂട്ടി തേവനോട് കയറിക്കോടെ മനയിലേക്ക് താമസിക്കാം എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി പറഞ്ഞില്ലേ ആ സൈഡ് വ്യൂവിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് തരണമെന്ന് പറഞ്ഞില്ലേ. ആക്ച്വലി ആ തൂണിൻ്റെ മുകളിൽ ഒരു ഡെവിളിൻ്റെ പടം കാണിക്കുന്നുണ്ട്, കൊത്തി വെച്ചിട്ടുണ്ട്.
അതിനകത്തുനിന്ന് ലെൻസ് ബ്ലർ ചെയ്തിട്ടാണ് മമ്മൂട്ടിയെ കാണിക്കുന്നത്. അതായത് മമ്മൂട്ടി അവിടെ ഡെവിളാണ്. ആദ്യമേ അത് പറയാതെ പറയുന്നുണ്ട്. അതായത് ഒരു തൂണിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, തൂണ് സൈഡിൽ മമ്മൂക്ക വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ ഡെവിളിൻ്റെ, അതായത് പഴയകാല വീടുകളിൽ കൊത്തുപണി വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ കൊത്തുപണിക്കകത്തൊക്കെ ഈ പറയുന്ന പോലെ ഈ ദുർമൂർത്തികളുടെയും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ രാക്ഷസന്മാരുടെയും അങ്ങനത്തെവരുടെയൊക്കെ ചില സാധനങ്ങൾ അതിനകത്ത് വരുമല്ലോ, കണ്ണ് കിട്ടാതിരിക്കുക. അങ്ങനത്തെ ഒരു സാധനത്തിനെ ബ്ലർ ഔട്ട് ചെയ്തിട്ടാണ് മമ്മൂക്കയുടെ മുഖം കാണിക്കുന്നത്. അതിന് തൊട്ടടുത്ത സീൻ കാണിക്കുന്ന ഒരു 8 വല നെയ്യുന്നതാണ്. അതായത് ഈ പറയുന്ന പോലെ ഇരയെ കൊടുക്കാൻ വേണ്ടി ഒരു 8 വല നെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സെയിം സമയത്താണ് തേവൻ മനയിലേക്ക് കയറുന്നത്. അങ്ങനെ ചുറ്റുപാടും ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതാ എൻ്റെ ശ്രദ്ധ. ഈ പടം തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഈർഷ്യ തോന്നും, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അത് ഇതെങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനാണ്. പക്ഷേ തിയേറ്ററിൽ ഇത് മിസ് ചെയ്ത ആൾക്കാരോട് ഞാൻ എഴുതി വെച്ച് തരാം, ഇറ്റ് വാസ് എ മസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ്. പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റയാൻ ഇത് കാണുന്നത് TV-യിലാണ്, OTT-യിലാണ്. ഞാനിത് കണ്ടത് തിയേറ്ററിലാണ്. തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോഴത്തേക്ക് കൊടുമൻ പോറ്റിയുടെ ഇൻട്രൊഡക്ഷൻ സീൻ എന്ന് പറയുന്നത് പുള്ളിയെ ശരിക്കും പറഞ്ഞാൽ ഒരു ടീറെക്സിനെ പോലെ കാണിച്ചത്, ദിനോസറിനെ പോലെയാണ്. അതായത് പുള്ളിയുടെ പ്രസൻസ് വേണ്ട, പുള്ളിയുടെ ശബ്ദം, പുള്ളിയുടെ മെതിയടിയുടെ ശബ്ദം, പുള്ളി നടന്നു വരുമ്പോഴുള്ള ശബ്ദം, എനിക്കത് മിസ്സായി. അത് തിയേറ്ററിൽ ഇരുന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതായത് ഇൻട്രൊഡക്ഷൻ സീനിൽ ആരാ ഉമ്മറത്ത് എന്ന് പറഞ്ഞിട്ട് നടന്നു വരുമ്പോൾ ആ ഓരോ മെതിയടി സ്റ്റെപ്പിലും ഒരു ടീറെക്സ് ചവിട്ടി വരുന്ന ആ സെയിം എഫക്റ്റ് ആയിരുന്നു. അതുപോലെ കൈ വന്നിങ്ങനെ ഡോറിലോട്ട് വീഴുന്നതൊക്കെ ശരിക്കും അത് കാണുന്നതിന് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമായിരുന്നു. രാഹുൽ സദാശിവന് ഡയറക്ടർ ഈ പടം മനസ്സിൽ വന്നപ്പോൾ തന്നെ പുള്ളി ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോർമാറ്റിൽ തന്നെ ഷൂട്ട് ചെയ്യണമെന്നുള്ളതായിരുന്നു പുള്ളിയുടെ ആഗ്രഹം. അത് മാത്രമല്ല മമ്മൂക്ക എന്ന് പറഞ്ഞ മനുഷ്യനെ ചുറ്റിപ്പറ്റിയാണ് ഇതിന് കഥ എഴുതിയത്. പുള്ളി ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്ക ഇല്ലെങ്കിൽ ഭ്രമയോഗമില്ല. അത് ശരിക്കും ഏജ് ഓഫ് മാഡ്നസ്. പിന്നെ ഈ പറയുന്ന പോലെ ഇതിനകത്ത് പല ലെയേഴ്സ് ഓഫ് കഥകൾ പറയുന്നുണ്ട്. മറ്റേ ആദ്യത്തെ പൊട്ടി മറ്റേ ചാത്തനെ കൊടുക്കാൻ അത് ഹിസ്റ്ററി, അതിന് കഥയ്ക്കകത്ത് ഹിസ്റ്ററി. പക്ഷേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് മനസ്സിലാവും, അതിനകത്ത് പറയുന്നുണ്ട് ചാത്തൻ തന്നെ ഉണ്ടാക്കി വെച്ച ഒരു അധികാര പവറിൻ്റെ ഒരു ഇതുണ്ട്. അതിനകത്ത് വന്ന് പെടുന്ന ആൾക്കാരെല്ലാം കഷ്ടപ്പെടുന്നത് കാണുന്നതാണ് ചാത്തനിഷ്ടം. ഈ സിനിമയ്ക്കകത്ത് ഉടനീളം പറയാതെ പറഞ്ഞു പോകുന്നത് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടം, ശക്തിയും ഈ പറയുന്ന പോലെ ശക്തരും അടിയാളന്മാരും തമ്മിലുള്ള പോരാട്ടം, അവർ തമ്മിലുള്ള പവർ സ്ട്രഗിൾ, അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് പകിട കളിക്കാൻ വിളിക്കുമ്പോഴത്തേക്ക് ആദ്യമേ തേവൻ പറയുന്നുണ്ട് ചതിയാണ് മഹാഭാരതം എന്ന് പറയുന്നത്. പക്ഷേ ആ ചതി കൊണ്ട് തന്നെയാണ് തേവൻ അതിനകത്ത് കളിയിൽ ഇൻവോൾവ് ആകുന്നത്. പകിട തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് കൈ മാറ്റുമ്പോഴത്തേക്ക് പകിട വീണു. അതുപോലെ ഈ പകിട കളിക്കുന്ന ആ സീക്വൻസ് എല്ലാം എടുക്കുമ്പോഴത്തേക്ക് സൈഡിൽ കാണിക്കുന്നുണ്ട് ഒരു ഇവനിവിടെ പെട്ടു. ആ സമയത്താണ് മറ്റേ കോഴിയെ പിടിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ശരിക്കും മമ്മൂക്ക ആദ്യം കാണിക്കുമ്പോൾ മമ്മൂക്ക ഭയങ്കര വീക്കായിട്ടാണ് കാണിക്കുന്നത്. പാത്രം കയ്യിൽ താഴെ പോകുന്നു, പ്രായമായി എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവരെ മമ്മൂക്കായെ കൊല്ലാൻ വേണ്ടി, അതായത് കൊടുമൻ പോറ്റിയെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇടുമ്പോഴത്തേക്ക് ആ സീക്വൻസിൽ എത്രയൊക്കെ തേവം പിടിച്ച് വലിച്ചിട്ടും ആ വെള്ളം കുടിക്കുന്ന മൊണ്ട കയ്യിൽ നിന്ന് വിടുന്നില്ല. അതായത് അത് പറയാതെ പല കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്. അതായത് ഒരു ഇരയെ കൊടുക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ആദ്യം വളരെ നോർമലായിട്ട് കാണിച്ചിട്ട് ഞാനൊരു പാവമാണ്, എല്ലാം സ്നേഹമുള്ളവനാണ്, അങ്ങനത്തെ രീതിയിലെല്ലാം കാണിച്ചിട്ട് പടം മുന്നോട്ട് പോകും തോറും ആ ഒരു ക്രുവൽറ്റി അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും ട്രാപ്പിലായി, ഇനി നിന്നിട്ട് ഞാൻ കളിക്കും എന്നുള്ളൊരു മമ്മൂട്ടി ഇവരെ ഹെൽപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാ മറ്റേ ഇവൻ കുക്ക് സ്റ്റോറി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഇതാരാണ് എങ്ങനെയാണെന്നൊക്കെ. പിന്നെ ആ പേഴ്സണാലിറ്റി ഒക്കെ കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇതിനകത്ത് ബ്രില്യൻ സൗണ്ട് ഡിസൈനിങ് ഉണ്ട്, അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങളുണ്ട്. എനിക്ക് സ്റ്റോറി ഇഷ്ടം. സ്റ്റോറി ഒരു രക്ഷയില്ല. സ്റ്റോറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, മലയാളികൾക്ക് ഭയങ്കരമായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട് കഥ പറയാൻ. നമ്മൾ ഹോളിവുഡിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ മിത്തോളജിയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈജിപ്ഷ്യൻ മിത്തോളജി പ്രകാരം സൺ ഓഫ് റാ, സൂര്യഭഗവാന്റെ ബാക്കി ഇത്, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നോർസ് മിത്തോളജിയിലേക്ക് പോകുമ്പോൾ ഓഡിൻ്റെ ബാക്കി തായ് വഴിയിലുള്ളത്, ഗ്രീക്കിലേക്ക് പോകുമ്പോൾ സിയൂസ്,
അതുപോലെ തന്നെ ഒത്തിരി അധികം കഥകൾ പറയാനുള്ള ഫലഭൂഷ്ടിയുള്ള ഒരു തട്ടകമാണ് മലയാളം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഒടിയനും മാടനും മറുതയും യക്ഷിയും ഇതുപോലെ ചാത്തനും എല്ലാം ഉള്ള ഭയങ്കര വലിയ ഒരു കോൺസെപ്റ്റ് മലയാളത്തിൽ എവിടെയോ ഉറങ്ങിക്കിടപ്പുണ്ട്. ഇതിനു മുമ്പ് ഇത്രയും വൃത്തിയായിട്ട് ഇത് യൂട്ടിലൈസ് ചെയ്ത ഒരൊറ്റ പടവേ ഉള്ളൂ, ആനന്ദഭദ്രൻ, സിദ്ധഗുരുക്കൾ, ഈ പറയുന്ന പോലെ ദിഗംബരൻ, കുഞ്ഞുണ്ണി. അങ്ങനെ മലയാളത്തിൻ്റെ ആ ഒരു തനിതായ സ്രോതസ് എടുത്തിട്ട് അതിനെ ഒരു കഥയാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നേക്കുന്ന ഇതിന് മുമ്പുള്ള ഒരുപാട് ആനന്ദഭദ്രൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ മേ ബി അതിനേക്കാളും മുന്നിൽ നിൽക്കുന്ന ഒരു പടമായിരിക്കും ഇത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം നമുക്ക് പുറത്ത്, അതായത് നോർത്ത് ഇന്ത്യയിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോളിവുഡിലോ കൊണ്ടുവച്ചിട്ട് നമുക്ക് നീക്കി വെച്ചിട്ട് ഇത് ഞങ്ങൾ കുറച്ച് പേര് വളരെ ചുരുക്കം ആൾക്കാർ ചെയ്ത ഒരു പടമാണ്. ഞങ്ങളുടെ മലയാളത്തിൽ നിന്ന് വെറും ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത പടമാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് നീക്കി വെക്കാൻ പറ്റിയ പടങ്ങളുണ്ടെന്നാണ് പ്രമേയം എന്ന് പറയുന്നത്. അത് ശരിക്കും മറ്റേ തമിഴ് പടവും ഹിന്ദി പടവും ഒക്കെ ഉണ്ടാക്കുന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ ബഡ്ജറ്റേ ഉള്ളൂ. അസാധ്യമായ പടം. ഈ പറയുന്ന പോലെ ഒരാളുടെ ഹോപ്പ്, ഒരാളുടെ പ്രതീക്ഷകളെ തല്ലിക്കെടുത്തിയതിന് ശേഷം അയാൾ എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നു, ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞ സാധനം എത്രത്തോളം വൈറ്റലാണ് ഒരാൾക്ക് ജീവിക്കാൻ. ഈ പറയുന്ന പോലെ തന്നെ മനുഷ്യർക്ക് അധികാരത്തോടുള്ള ഭ്രമം, അധികാരം കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും എന്നുള്ളൊരു ഇത്. അതുപോലെ സമയം ഒരാൾക്ക് കൊടുക്കാൻ, ഒരാളുടെ കയ്യിലുള്ള ഏറ്റവും വിലപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ റൂമിൽ മറ്റേ സമയം അറിയത്തില്ല. നമ്മൾ ഇത്തിരി ഇങ്ങോട്ട് പോകും, എന്തുവാ സിനിമ പകുതി ഒക്കെ കഴിയുമ്പോൾ മറ്റേ മെയിൻ ക്യാരക്ടർ താടിയൊക്കെ നരച്ചു തുടങ്ങും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല, കുറച്ച് നേരം കഴിയുമ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കും. പിന്നെ എന്തുവാ മമ്മൂട്ടിയുടെ മോന്തയ്ക്ക് ഇത്തിരി ചേഞ്ചൊക്കെ വരും. വാപ്പസ് ശ്രമിച്ചായിരുന്നു. പിന്നെ നമുക്കാട് ഒരു ട്രാൻസ്ഫോർമേഷൻ സാധനമാണ് വോയിസ്. അതായത് ഒരു നടന് അഭിനയം കൊണ്ട് മാത്രമല്ല ശബ്ദം കൊണ്ട് ഇത്രയധികം ഇംപ്രവൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിനയം. ചാത്തം വരുന്നത് മാത്രമല്ല, ക്ഷമിക്ക മകനെ എന്ന് പറയുന്ന സാധനമുണ്ട്. അതല്ല ഈ ക്ഷമിക്ക മകനെ എന്ന് പറഞ്ഞിട്ട് മറ്റേ ചത്തി വെച്ചിട്ട് മറ്റേ ഇങ്ങനെ മുറിച്ചിട്ടൊക്കെ ലാസ്റ്റ് കൊടുമൻ പറ്റിയിട്ട് തന്നെ മറ്റേ ചെറുപ്പത്തിലുള്ള സാധനം. അയ്യോ അത് അത്രയും നേരം ഭയങ്കര നമ്മുടെ വോയിസ് ഒരു രക്ഷയില്ല. അതിനകത്ത് ഇതിനകത്ത് വോയിസ് മോഡുലേഷൻ തന്നെ ഉണ്ട്, നമുക്ക് കേട്ടോണ്ടിരിക്കാം. ഇത് മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു, മസ്റ്റ് വാച്ച് തിയേറ്റർ. കാരണം ഇത് തിയേറ്ററിലിരുന്ന് കണ്ട ഒരു വ്യക്തിയും തിയേറ്ററിൽ കാണാത്തൊരു വ്യക്തിയാണ് ഇരിക്കുന്നത്. തിയേറ്ററിൽ കാണാത്ത വ്യക്തിയുടെ കൂടെ തിയേറ്ററിലിരുന്ന് കണ്ട വ്യക്തി കണ്ടപ്പോൾ മനസ്സിലായി ഇത് എത്രത്തോളം തിയേറ്റർ എക്സ്പീരിയൻസ് ആണുള്ളത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റോ സേവിയറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്. ക്രിസ്റ്റോ സേവിയറിൻ്റെ ഏതൊക്കെയോ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, മമ്മൂക്കാടെ ഇത് സോ കോൾഡ് ഇൻട്രൊഡക്ഷൻ സീനിന് വേണ്ടി ബക്കറ്റിനകത്തെങ്ങാണ്ട് മറ്റേ സ്ട്രിങ് വലിച്ചിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കി ആ ശബ്ദമാണ് മമ്മൂക്കായുടെ ഇൻട്രൊഡക്ഷൻ സീനിന് കേൾപ്പിച്ചിരിക്കുന്നത്. അല്ലെ കൊടുമൻ പോറ്റിയുടെ ഇൻട്രൊഡക്ഷൻ സീൻ ഇതൊക്കെയാണെന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം, 3 പേര്, ഹൊറർ ജോണറാണ്. പക്ഷേ ഹൗ ആർ ദേ മേക്കിംഗ് ദിസ് കൈൻഡ് ഓഫ് മാഗ്നിഫിസൻറ്റ് ഫിലിം? ഒരു രക്ഷയില്ല. ക്രിയേറ്റിവിറ്റി ആയിട്ട് സ്പീക്ക് എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ചാൽ കുറേ ട്വിസ്റ്റുണ്ട്, ആൾക്കാരെ ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കുന്നില്ല. ലാസ്റ്റത്തെ ഫൈനൽ മൊമെന്റ്സിൽ ട്വിസ്റ്റ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ശരിക്കും ഓക്കെ എൻ്റെ ഇപ്പോൾ ജംപ് കട്ടുകളൊക്കെ വളരെ കുറവാണ്. അതായത് പേടിപ്പിക്കാൻ വേണ്ടി പേടിപ്പിക്കുന്ന സാധനം വളരെ കുറവാണ്. പക്ഷേ പേടിയേക്കാളും കൂടുതൽ നമുക്ക് ഈ ഒരു ഉത്കണ്ഠ ജനിപ്പിക്കുക, ക്യൂരിയോസിറ്റി ജനിപ്പിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. അപ്പം ഇതായിരുന്നു, ഇത്രയൊക്കെ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? സൈഡ് ക്യാരക്ടേഴ്സ് 2 പേരും കൂടെ വരുന്നുണ്ട്. അതല്ലാതെ പിന്നെ ബാലൻ ചേട്ടൻ, അതൊക്കെ ഉണ്ട്. ബാലൻ ചേട്ടൻ അതാണ് ബാലൻ ചേട്ടൻ. അതായിരുന്നു പ്രമേയം എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കാണണമായിരുന്നു. നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഇനിയും നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് അടുത്ത ലൊക്കാലിറ്റിയിൽ തിയേറ്ററിൽ പ്രമേയം ഓടുന്നുണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി വാച്ച് ഇൻ തിയേറ്റർ. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ്. ഇന്നത്തെ എപ്പിസോഡ് ഇൻക്ലൂഡ് ചെയ്യാം.
സോ ദിസ് ഈസ് റയാനിസം സൈനിങ് ഓഫ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. ദിസ് ഈസ് മല്ലു ഓൾട്രിഗോ സൈനിങ് ഓഫ്. ഇനിയും അടുത്ത ഒരു പുതിയ ടോപ്പിക്കുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ